യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അന്നൊക്കെ ആ കാലത്ത് എല്ലാ നേതാക്കന്മാരുമായി അർജുൻ സിംഗ്, നട്വർ സിംഗ്, ഭജൻലാൽ, SP ചവാൻ, YB ചവാൻ, ശരത് പവാർ, ഇപ്പോഴും ശരത് പവാറുണ്ട്. ഒരു സെറ്റ് ഓഫ് അന്ന് ശരത് പവാർ കോൺഗ്രസ്സിലാണ് ഉള്ള നേതാക്കന്മാരെല്ലാവരുമായിട്ട് നല്ല ബന്ധം. PV നരസിംഹറാവു, P ശിവശങ്കർ, അതൊക്കെ മഹാരഥന്മാരായ വലിയ വലിയ നേതാക്കന്മാരായിരുന്നവരെല്ലാം. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് ശങ്കർ ദയാൽ ശർമ്മ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ. അദ്ദേഹത്തിൻ്റെ മകൾ ഗീതാഞ്ജലി ശർമ്മ NSUയുടെ ആദ്യത്തെ എനിക്ക് മുമ്പ് 2 പ്രസിഡന്റുമാർക്ക് മുമ്പുള്ള പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോഴും പുള്ളിക്കാരെ എടുക്കാൻ പോകും കാണാൻ. അപ്പോൾ ശങ്കർ ദയാൽ ശർമ്മ അവിടെ ഉണ്ടാവും. അദ്ദേഹം അന്ന് 1969 കോൺഗ്രസ് പ്രസിഡൻ്റായ ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടിയില്ല, MP മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ചെയർമാനായിട്ട് AICCയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. ഗീതാഞ്ജലി ലളിത് മാക്കനും കൂടെ പിന്നെ വെടിവെച്ച് വന്നു. ഓർക്കുന്നുണ്ടാവും. അതെ, ഈ പഞ്ചാബിലെ എക്സ്ട്രീമിസ്റ്റ് അവർ രണ്ടാലും വെടിവെച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ഷോക്കിംഗ് ആയ ഇൻസിഡൻ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് വീട്ടിൽ പോകായിരുന്നു. അദ്ദേഹം പിന്നീട് ഗവർണറായി ആന്ധ്ര, പിന്നെ ആന്ധ്ര ഗവർണർ വൈസ് പ്രസിഡൻ്റായി. അപ്പം നമുക്ക് ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ട്, പുള്ളിയുടെ അടുക്കലാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്നെ അന്ന് നരസിംഹറാവു ഗവൺമെൻറ് കാലത്ത് എന്നെ അന്ന് മന്ത്രിയാക്കാൻ തീരുമാനിച്ചാണ്. എന്നോട് തയ്യാറായിരിക്കാൻ വരെ പറഞ്ഞു. പക്ഷേ എന്നെ ആക്കിയില്ല. എനിക്കത് വിഷമമുണ്ടായിരുന്നു. ആർക്കായാലും ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു മമതാ ബാനർജി. അപ്പോൾ എനിക്ക് പകരം എന്നെ മാറ്റിയിട്ട് മമതാ ബാനർജിയാണ് സ്പോർട്സ് ആൻഡ് യൂത്തിൻ്റെ മിനിസ്റ്ററാക്കുന്നത്. എനിക്ക് വലിയ വിഷമമായി. ഇവിടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നു, ഞാൻ സ്റ്റേറ്റിൽ മന്ത്രിയായ ആൾ, ഞാൻ 2ാമത്തെ തവണ MP ആയിരിക്കുന്ന ആൾ, എന്നെ മാറ്റിയിട്ടാണ് ഇതാക്കുന്നത്. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ശങ്കർ ദയാൽ ശർമ്മയെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പൊളിറ്റിക്സ് യു വിൽ ഹാവ് പേഷ്യൻസ്. രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസാണ്. അത് ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു. ഞാൻ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു 1969 AICC പ്രസിഡന്റ്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ സെൽഫ് കൺവീനറായിട്ട് AICC തന്നെ വെച്ചു. ഞാനത് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഗവർണറാവില്ല, വൈസ് പ്രസിഡൻ്റ് ആവില്ല, പ്രസിഡൻ്റ് ആവില്ല. ഞാൻ അന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് പേഷ്യൻ്റായിട്ട് ഞാനത് ഏറ്റെടുത്തു. പ്രണബ് മുഖർജിയായിട്ട് ഞാൻ വലിയ അടുപ്പമായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ വരെയായിരുന്നു. പ്രധാനമന്ത്രിയാവുമെന്ന് കരുതി, പക്ഷെ ആയില്ല. അദ്ദേഹം പിന്നെ വന്നിരുന്നത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിട്ടാണ് AICC, ഒരു ചെറിയ മുറിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊക്കെ വരും, അവസരങ്ങൾ വരും. നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പേഷ്യൻസ് നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപദേശമാണ്. നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ഇതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കും. രാഷ്ട്രീയത്തിൽ ശങ്കർ ദയാൽ ശർമ്മയുടെയും പ്രണബ് മുഖർജിയുടെയും അനുഭവം അവരെന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കാറുണ്ട്. അതുപോലെ വലിയ അർജുൻ സിംഗ്, വലിയ വലിയ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടാൻ, പരിചയപ്പെടാൻ, സംസാരിക്കാൻ ഒക്കെ. നരസിംഹറാവുവിനോട് നമ്മൾ അരമണിക്കൂർ സംസാരിച്ചാൽ ഒരു പുസ്തകം വായിക്കുന്നതിൻ്റെ പ്രയോജനമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസൈഡർ എന്ന് പറയുന്നൊരു നോവലുണ്ട്. അത് നല്ല നോവലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. വേറൊരാളുടെ അദ്ദേഹം ആനന്ദ് എന്ന പേരിലെഴുതി, കഥാപാത്രത്തിൻ്റെ പേര് ആനന്ദ് എന്നാണ്. അദ്ദേഹം തൻ്റെ ജീവിതം പറയുകയാണ് ഒരു നോവൽ രൂപത്തിൽ. അത് വായിക്കേണ്ട പുസ്തകമാണ്. അപ്പം ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞൊക്കെ VP സിംഗ് കോൺഗ്രസ് PCC പ്രസിഡൻ്റായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുമ്പോൾ ND തിവാരി. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാജ്പേയി. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു വാജ്പേയിക്ക്. ഞാൻ ഈ ഹിന്ദി പറയുന്നതുകൊണ്ട് പുള്ളിക്ക് ഹിന്ദി പറയുന്നവർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തെക്കേന്ത്യൻ്റെ ഒരാൾ ഹിന്ദി പറയുമ്പോൾ ഇഷ്ടമാണ്. ജോർജ് ഫെർണാണ്ടസ്, മധുലിമയെ, പിന്നെ അതുപോലെ പിന്നെ ഗീതാ മുഖർജി. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ള നേതാക്കന്മാർക്ക് നമ്മൾ ഈ ഹിന്ദി പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാംവിലാസ് പാസ്വാൻ എല്ലാവരുമായിട്ടും. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇങ്ങനൊരു ഗുണമുണ്ടായി. ഇന്ത്യയിലുള്ള എല്ലാ സോമനാഥ് ചാറ്റർജി, ജ്യോതിർമയി ബാസു, വടക്കേന്ത്യയിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും അവരോട് സംസാരിക്കാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടി. പിന്നെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഏതാണ്ട് ഒരു 550 ജില്ലകളാണ് ഇപ്പോൾ, അത് കൂടി കാണും. ജില്ലകളിൽ ഏതാണ്ട് 300-350ഓളം ജില്ലകളിൽ ഞാൻ തന്നെ പോയിട്ടുണ്ട് പരിപാടികളായിട്ട്. പിന്നെ ഞാൻ AICC സെക്രട്ടറിയായി നോർത്ത് ഈസ്റ്റേണിൻ്റെ ചാർജായിരുന്നു. പിന്നെ ഞാൻ തമിഴ്നാടിൻ്റെ ചാർജായിരുന്നു. പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ ആയി. അങ്ങനെ
ഇന്ത്യയിലൂടെ ഒട്ടാകെ പോകാനും ആളുകളെ കാണാനും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെടാനും ഒത്തിരി അനുഭവങ്ങൾ നമുക്കതുവഴി ഉണ്ടായിട്ടുണ്ട്.